നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സർക്കാർ നയങ്ങൾ കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നു. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും പ്രതിനിധികൾ. സമ്മേളനം ഇന്ന് സമാപിക്കും. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴി പ്രശ്നത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. രാമനാമ പുണ്യം ചൊരിഞ്ഞ് ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തി നിർഭരമായി. പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നതാണ് സർക്കാർ നയങ്ങളെന്നും വിമർശനമുണ്ടായി. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും ചർച്ചയ്ക്കിടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണം, വിലവിതരണം, വന്യജീവി ആക്രമണം, കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യ ലഭ്യതയില്ലായ്മ, കർഷകർക്കുള്ള പ്രോത്സാഹന വില കുറച്ചത്, നെല്ല് സംഭരണ വിഷയത്തിൽ BJPയുടെ കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ആശങ്ക അറിയിക്കുന്നതാണ് CPI ജില്ലാ സമ്മേളന റിപ്പോർട്ട്. സാമൂഹിക പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത രണ്ടാം ഇടതു സർക്കാർ CPI ഭരിക്കുന്ന വകുപ്പുകളിൽ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിനിധികൾ തുറന്നടിച്ചു. CPI മന്ത്രിമാർ സ്വന്തം വകുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഗൗരവത്തോടെ വിഷയങ്ങളെ സമീപിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിവിധ മേഖലയിലുള്ളവർക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. വൈദ്യുതി, പൊതുമരാമത്ത് വകുപ്പുകളിൽ അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങൾ ആശ്വാസകരമല്ല. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുറന്നു കാണിക്കുന്നതിൽ സർക്കാർ പരാജയമാണ്. തിരുത്തപ്പെടേണ്ട വിഷയങ്ങളിലെ അറിയിപ്പുകളെയും വിമർശനങ്ങളെയും അവജ്ഞയോടെ കാണുന്നത് പ്രത്യാഘാതമുണ്ടാക്കും. 5 ലക്ഷം സർക്കാർ ജീവനക്കാർ എതിരായാൽ 5 ലക്ഷം കുടുംബങ്ങൾ എതിരാവുമെന്ന സത്യം തിരിച്ചറിയണം. CPMന്റെ കാൽച്ചുവട്ടിൽ നിൽക്കേണ്ട പ്രസ്ഥാനമല്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് CPI. വിഭാഗീയത കൊണ്ടു നടക്കുന്നവരോട് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുതെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴിയുടെ കാര്യത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. കുഴി വിഷയത്തിൽ തിങ്കളാഴ്ച കോർപ്പറേഷനിലെ 100 കേന്ദ്രങ്ങളിൽ BJP സമരം നടത്തുമെന്നും B. ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയിലെ കുഴിയുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമരം BJP സംഘടിപ്പിക്കും. ദേശീയപാതയിലെ കുഴിയിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയപാത പണിയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത കമ്പനിയെ ഞങ്ങൾ കരിമ്പട്ടികയിൽ തള്ളി അവരെ ഒഴിവാക്കി. മാസങ്ങളായിട്ട് ദേശീയപാത ബ്ലോക്കാണ്, കുഴികളാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അവിടെ കുഴിയിടുന്നത് മനസ്സിലായിട്ടില്ലേ? ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ടല്ലോ. എവിടെ ചെയ്തു? ഒരു കാര്യം ചെയ്തു, ദേശീയപാതയിൽ എവിടെ കുഴി കാണിച്ചു? നിങ്ങൾ ദേശീയപാതയിൽ എവിടെ കുഴിയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു റോഡിൽ എവിടെ കുഴിയുണ്ടെങ്കിൽ ദേശീയപാത ഇവിടുത്തെ കുഴി ഞങ്ങൾ സമരം, അവിടുത്തെ കുഴി സമരം, അങ്ങനെ ഒന്നുമില്ല. ദേശീയപാത കുഴി സമരം ചെയ്യും. ആരും ശരി. വടക്കാഞ്ചേരി മംഗലം അമ്മാട്ടിക്കുളം ഭാഗത്ത് കാട്ടുപൂച്ചയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരാണ് പൂച്ചയുടെ ജഡം കണ്ടത്. രാത്രി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ വാഹനമിടിച്ചതാകാമെന്നാണ് നിഗമനം. വാഴാനി വനം സ്റ്റേഷൻ അധികൃതർ മേൽനടപടികൾ സ്വീകരിച്ചു. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയ വിശേഷ ചടങ്ങുകളും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് കർക്കിടകം 30 ദിവസം നടത്തിവരുന്ന ആനയൂട്ടും മറ്റ് വിശേഷ പൂജകളും നടന്നത്. ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ആനയൂട്ട് നടന്നത്.
പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ, ട്രഷറർ KV രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഓമന്നത്ത് ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള ചടങ്ങാണ് ഈ ആനയ്ക്ക് വർഷം കഴിഞ്ഞ മഹാഗണപതി ഹോമം പതിവ് 23 വർഷമായി തുടർച്ചയായി പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം 23ാമത്തെ ആനയ്ക്കാണ് നടന്നത്. ഞങ്ങളെല്ലാവരും സഹകരിച്ച് നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളുമാണ് ഇന്നത്തേതായ വളർച്ചയ്ക്ക് എല്ലാ കാരണങ്ങളിലും ഈ നാട്ടിലെ ഭക്തജനങ്ങളാണ്. അവർക്ക് ഞങ്ങളുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ തുടരുന്നു. ശനിയാഴ്ച ക്ഷേത്രത്തിൽ സംഗീതാർച്ചനയും രാമായണ പാരായണവും പ്രഭാഷണവും നടന്നു. ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ദിവസവും വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഗീതാർച്ചന അരങ്ങേറി. ഡോക്ടർ KM ധന്യയുടെ നേതൃത്വത്തിലായിരുന്നു സംഗീതാർച്ചന. നേരത്തെ രാമായണ പാരായണവും പ്രഭാഷണവും ഉണ്ടായിരുന്നു. PV ആര്യ, ഡോക്ടർ KP ശ്രീദേവി, TM ഉഷ എന്നിവർ രാമായണ പാരായണം നടത്തി. ഡോക്ടർ CM നീലകണ്ഠൻ രാമായണ സന്ദർശനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. 23-ന് പരുത്തിപ്ര വൈഷ്ണവം ഗ്രൂപ്പിൻ്റെ പഞ്ചാരിമേളവും 24-ന് രാമായണ പദ്യഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാവ്യകളി എന്നിവയും നടക്കും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും നടന്നു വരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡ് നന്നാക്കാത്തതിനെതിരെ പ്രതിഷേധം. കോട്ടായിൽ പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെതിരെയാണ് കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. പ്രവൃത്തികൾ നടത്താൻ അനുമതി തരാത്തതിനു പിന്നിൽ ഇറിഗേഷൻ വകുപ്പിന്റെ പിടിവാശിയെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെട്ട ചക്കാന്തൊടി റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായിട്ട് വർഷങ്ങളായി. ഓട്ടോ ടാക്സിക്കാർ വാടകയ്ക്ക് വിളിച്ചാൽ ഇതുവഴി ഓട്ടം അടിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാത്തതിനെതിരെയാണ് കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. 6-ാം വാർഡ് കിഴക്കേക്കര കുളങ്കര വെള്ളാട്ടുകളം റോഡ് കുണ്ടും കുഴിയുമായിട്ട് വാഴ നട്ട് നാട്ടുകാർ പ്രതിഷേധം ഇവിടെ അറിയിച്ചു. യാതൊരു നടപടി ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ആകെ 270 മീറ്ററേ ഉള്ളൂ ഒരു റോഡിൻ്റെ വീതി. ഒരു വാഹനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനും വഴിയില്ല. ഈ കണ്ടത്തിൽ നട്ടിട്ട് നമ്മൾ കിളച്ച് നട്ടിട്ട് നടന്ന രീതിയിലുള്ള റോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം ഇത് നന്നായിരുന്ന റോഡായിരുന്നു. അത് ഈ ജലസേചന വകുപ്പിൻ്റെ ഈ കനാലുകൊണ്ട് കീറി കഴിഞ്ഞപ്പോൾ അത് നന്നാക്കിയിട്ടുമില്ല. ആ കുഴികൾ ഓരോ വാഹനം വരുന്തോറും അത് താന്ന് പോയി കഴിഞ്ഞിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു രോഗികളെ കൊണ്ടുപോകാൻ യാതൊരു വഴിയില്ലാത്ത രീതിയിലാണ് ഇന്നത് കിടക്കുന്നത്. വെള്ളം കെട്ടി പിന്നെ കുണ്ടും വണ്ടിയൊക്കെ ചാടിച്ചാടിയിട്ട് പോകും. അതേസമയം റോഡിന്റെ വശത്തിലുള്ള കാട കനാലിലെ മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ അധികൃതർ തടസ്സപ്പെടുത്തിയെന്നാണ് പറയുന്നത്. റോഡ് പണി നടത്താൻ ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭിച്ചാൽ ഉടൻ പണി തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂരിൽ ലഹരിക്കെതിരെ ജനകീയ സദസ്സ്. ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന സന്ദേശമുയർത്തിയാണ് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന സന്ദേശമുയർത്തിയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ സായംപ്രഭ ഹോമിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. രണ്ടോ കുട്ടികളുണ്ടാവും, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കും. ആ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ റൂമിൽ പോയിരിക്കും. അടുത്തുള്ളവരെന്നെ അറിയില്ല. അപ്പോൾ വീട്ടിലൊരാൾ വിരുന്നാലും വന്നാലും കൂടി ആ കുട്ടികൾ പുറത്തേക്ക് വരും. അപ്പോൾ അവരതിങ്ങനെ അഡിക്റ്റാവുകയാണ്. അതിന് വേണ്ട നല്ല കാര്യങ്ങളുണ്ടാവും. ഫോണിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ തലമുറ കുട്ടികൾ വളർന്നില്ല.
രാസലഹരിക്കെതിരെ സമൂഹം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് പട്ടാമ്പി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ക്ലാസ് എടുത്തു. നേർവഴിക്ക് കൊച്ചുമക്കളെ നയിക്കുന്നതിനും കൂടുതൽ സമയം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർണായക പങ്ക് ഈ ഒരു വിഷയത്തിൽ വഹിക്കാനുണ്ട്. കാരണം നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ചീത്ത ദുഷ്ചിന്തകളിൽ നിന്നൊക്കെ അകത്തു നിൽക്കുന്നതിന് വേണ്ടി ഒരു നിർണായക പങ്ക് നിങ്ങൾക്കതിൽ വഹിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു കൂടിയിരിക്കുന്നത് ഏറ്റവും നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തന്നെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M രാമേന്ദ്രൻ, യൂണിറ്റ് സെക്രട്ടറി KM ഗംഗാധരൻ, അനിൽകുമാർ, കമലം, അപ്പുണ്ണി, CP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാരക്കാട് യൂണിറ്റിൻ്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റിൻ്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആയുർവേദത്തിലൂടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെ കാരക്കാട് നരസിംഹമൂർത്തി ക്ഷേത്ര ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ചെറുതുരുത്തി പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സഞ്ജീവ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. I know that some elements are there while you become older and older. Some elements are naturally, because we are human beings. We can't stop thinking. But as I am observing you, you all are healthy people, and with the grace of God, I will pray to the Lord you be healthy, be happy, and my colleague Dr. Vinita and his team will properly check you, give free of cost medicine, and in future if you require somewhere else these kind of free medical checkup or medical camp are required. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ കാലടി അധ്യക്ഷനായി. ഡോക്ടർ ദേവി ആർ നായർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. TN ശ്രീനിവാസൻ, രവീന്ദ്രനാഥ്, PC ഉണ്ണിയയ്യപ്പൻ, ഗോപിനാഥൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ P ബിനീത, ഡോക്ടർ VC ദീപ്, ഡോക്ടർ ദേവി ആർ നായർ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയ്ക്ക് ശേഷം മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ 100-ൽ പരം ആളുകൾ ചികിത്സ തേടി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മങ്കരയിൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാതവക്കിലെ തകർച്ചാ ഭീഷണിയുള്ള കെട്ടിടം ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു നീക്കി. നാട്ടുകാരുടെ പരാതിയെ തുടർന്നായിരുന്നു കളക്ടറുടെ നടപടി. ഭാഗികമായി സംസ്ഥാന പാതയിലെ ഗതാഗതവും പോലീസ് നിയന്ത്രിച്ചു. മങ്കര കൂട്ടുപാതയിൽ പാതയോരത്തായിരുന്ന കെട്ടിടം വർഷങ്ങളായി തകർച്ചാ ഭീഷണിയിലായിരുന്നു. മഴ കൊണ്ട് കെട്ടിടത്തിലെ മുക്കും മൂലയും ഇടിഞ്ഞ് കെട്ടിടം തന്നെ തകർച്ചാ ഭീഷണിയിലായിരുന്നു. താഴെ നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. കൂടാതെ നിരവധി യാത്രക്കാർ ബസ്സിനായി കാത്തുനിൽക്കുന്നതും ഇതിന് താഴെയാണ്. കെട്ടിടം നിലംപതിച്ചാൽ വൻ ദുരന്തമുണ്ടാകും. യാത്രക്കാർക്കും പരിസരവാസികൾക്കും എന്നും ഭീഷണിയായതോടെ മണ്ണൂർ പഞ്ചായത്ത്, മങ്കര പോലീസ് എന്നിവർക്കും 1 വർഷം മുൻപ് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. കെട്ടിടവുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നതിനാൽ കോടതി അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ 1 മാസം മുൻപ് വീണ്ടും കെട്ടിടം ഇടിയാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ മങ്കര മണ്ണൂർ പഞ്ചായത്ത് അധികൃതർക്കും മണ്ണൂർ വില്ലേജ് അധികൃതർക്കും മങ്കര പോലീസിനും വീണ്ടും പരാതി നൽകി. തുടർന്ന് മണ്ണൂർ പഞ്ചായത്ത് ജില്ലാ കളക്ടർക്കും ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയതാണ് വഴിത്തിരിവായത്. കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് അയക്കുകയും അവർ അനുകൂലമായി റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. തുടർന്നാണ് മങ്കര പോലീസ്, മണ്ണൂർ വില്ലേജ്, മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കെട്ടിടം പൊളിച്ചുമാറ്റിയത്. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത, VM അൻവർ സാദിഖ്, പഞ്ചായത്ത് സെക്രട്ടറി KM ബിന്ദു, വില്ലേജ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ, KSEB AE പ്രേംകുമാർ, സബ് എഞ്ചിനീയർ സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുസമീം, മങ്കര SI സുൽഫിക്കർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. പഞ്ചായത്തും വില്ലേജും എല്ലാവരും നിരന്തരം ഇടപെട്ട വിഷയമായിരുന്നു. എന്നാൽ
കളക്ടർ എടുത്ത ഈ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കളക്ടർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. 3 മണിക്കൂറിലേറെ സമയമെടുത്താണ് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റിയത്. കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടിയെടുത്ത കളക്ടർക്ക് പൊതുപ്രവർത്തകനും സമീപവാസിയുമായ ജബ്ബാർ മങ്കര നന്ദി അറിയിച്ചു. പൊളിക്കാൻ ഓർഡർ വന്നു. ഇന്ന് രാവിലെ ഏകദേശം 11 മണിക്ക് അത് പൊളിച്ചു മാറ്റി. വലിയ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഇതിലെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹായം കൊണ്ടും അതുമാതിരി ഇവിടുത്തെ കളക്ടറിനോട് ഞങ്ങൾ എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സർക്കാർ നയങ്ങൾ കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നു. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും പ്രതിനിധികൾ. സമ്മേളനം ഇന്ന് സമാപിക്കും. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. കുഴി പ്രശ്നത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും B ഗോപാലകൃഷ്ണൻ. രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. രാമനാമ പുണ്യം ചൊരിഞ്ഞ് ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രദേവി ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തി നിർഭരമായി. പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.